മുത്ത ഞാൻ പറയാ ഇന്നത്തെ ഗസ്റ്റ് മുത്ത ദ മാൻ ദ മിത്ത് ദ ലെജൻഡ് ഷാഫി കൊല്ലം. ലെറ്റ്സ് ഗോ. പുള്ളിന്റെ ഇന്റർവ്യൂസ് കേടാ. ഓക്കേ ലെറ്റ്സ് ഗോ. കം ഓൺ. ആകാശത്തെ അമ്പിളി മാമനും അത്തിലെ അമ്പലിനോടല്ല പ്രേമം. ആരൊക്കെ അറിഞ്ഞാലും ഇല്ലേലും എനിക്കെന്നും നിന്നെയാണ് അടി ഇഷ്ടം. പാട്ടിലൊക്കെ നിന്നെ കുറിച്ചു ഞാൻ പാടുന്നേരം നാട്ടിലാകെ ചോദ്യവും ഉണ്ടടി പെണ്ണെ നീ ആരാണെന്ന്. പാട്ടിലൊക്കെ നിന്നെ കുറിച്ചു ഞാൻ പാടുന്നേരം നാട്ടിലാകെ ചോദ്യവും ഉണ്ടടി പെണ്ണെ നീ ആരാണെന്ന്. എന്നെയൊന്ന് പ്രേമിച്ചാലെന്തടി പൂങ്കരളെ, നമ്മളൊക്കെ മണ്ണിൽ വന്നത് സ്നേഹിക്കാനല്ലേടി. നാശത്തിലാണ് പ്രേമം വിശക്കരിയാണ്, മനുഷ്യനെ കൊടുഞ്ചതിയിൽ വീട്ടിടും തീയാണ്. Come on, chat. Spam out the W's in the chat, guys. എല്ലാരും W ഇട്ടാ. ഷാഫിക്കൊക്കെ എല്ലാരും W. Come on, chat. എടാ സാധാരണ ഗസ്റ്റുകൾ വരുന്ന പോലെ അല്ല കേട്ടോ. ഞാൻ കാര്യം പറയല. പുള്ളി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പുള്ളി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം പറയില്ല. ഞാൻ ഫുള്ള് ടെൻഷനായിപ്പോയി ഇങ്ങോട്ട് വന്നപ്പോഴേക്ക്. കാര്യം പറയില്ല. സാധാരണ എത്ര ഗസ്റ്റുകൾ ഇവിടെ വന്നതിനറിയാം. പക്ഷെ ഞാൻ നിങ്ങളെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞ ഇതായിപ്പോയി. കാരണം നമ്മള് ചെറുപ്പം മുതലേ പാട്ട് കേട്ടും കണ്ടിട്ടും ഇതൊക്കെ ഒരു ലെജൻഡ് ഒരു സാധനം നമ്മളെ മൈൻഡിലുണ്ട്. മനസ്സിലായോ? അത് കാരണം താങ്ക് യു. എന്ത് തോന്നുന്നു നമ്മളെ ഗ്യാങ് ഹൗസിൽ വന്നിട്ട്? നിങ്ങളുടെ കൂട്ടത്തിൽ കൂടിയപ്പോ എനിക്കൊരു പ്രത്യേക എനർജി ഉണ്ട്. ആരെ കൂട്ടത്തിൽ ഇഷ്ടം? അല്ല നമ്മളൊന്നും ഇത് കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട. അല്ല ലീഡറെ പിന്നെ അല്ലല്ല ഞാൻ അല്ലാണ്ട് മെമ്പേഴ്സിൽ ആരാ? മമ്മൂനെയാണ്. പിന്നെ റാംബോ ഒക്കെ അവിടുത്തെ മെയിൻ ആളുകളാണ്. ഇഷ്ടംപോലെ ആളുകള്. നിങ്ങളൊക്കെ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് സെപ്പറേറ്റ് ടീമുകൾ തന്നെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ എന്താ പറയണ്ടേ, യൂത്തിൽ കുറെ പിള്ളേരുണ്ട് നമ്മളെ നാട്ടിലൊക്കെ. എന്തായാലും റിയൽ ഓജി എന്ന് പറഞ്ഞിട്ടുണ്ട് ചാറ്റില്. അതെ കൊല്ലം കിങ് എന്ന് പറയുന്നുണ്ട് ചാറ്റില്. ചാറ്റ് എന്തെങ്കിലും ഞാൻ പറയുന്നത് ഷാഫിക്കാരോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അല്ല പിന്നെന്താ? അതെ, നമുക്ക് പറയാൻ പറ്റുമോ നോക്കല്ലേ. ഇങ്ങനെ ഒരു ഗസ്റ്റ് നമ്മളെ ലൈവിൽ ആദ്യമായിട്ടാണ്. അല്ല ഇങ്ങനത്തെ ഈ ഒരു കാറ്റഗറി ഗസ്റ്റേ നമ്മളെ ആദ്യമായിട്ടാണ്. മനസ്സിലായി? ഫസ്റ്റ് ടൈമാണ്. ആരും വന്നിട്ടില്ല. എല്ലാത്തിനും നമുക്ക് തുടക്കം കുറിക്കലാവട്ടെ. ഇനിയിപ്പം ബാക്കിയുള്ളവരൊക്കെ വൈകുന്ന കൊണ്ടുവരാൻ നമുക്ക്. ദിൽ കെ അന്തർ തൂ ഹേ സാമനെ ഭീ തൂ ഹേ. എന്നിട്ട് ഇപ്പൊ ഞാൻ പറയുന്ന വെച്ചാ ഇപ്പം പണ്ട് എത്ര കൊല്ലം മുന്നേ ഇറക്കിയ പാട്ടാതല്ലോ? ഒരു 20 വർഷമായി ദിലേ ഫാത്തിമ ഇറങ്ങിയിട്ട്. മറ്റേ പ്രേമൊക്കെ 19 കൊല്ലായി. അതുപോലെ ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്ന ലൈല ലൈല എന്റെ ലൈല ലൈല അതൊക്കെ ഇറങ്ങിയിട്ടൊരു നിങ്ങൾ ആലോചിക്കണം. 20 കൊല്ലം മുന്നേ ഇറങ്ങിയ പാട്ടുകൾ ഇപ്പോഴും കോളേജുകളിലും പരിപാടികളിലും കോൺസെർട്ടുകളിലും ഇതാണെങ്കിൽ അത് എന്താ പറയാ, അൺബീറ്റബിൾ പറയാന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇല്ല നമ്മള് എന്താ പറയാ, പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ അധികം അങ്ങനെ ഇൻവോൾവ് ആയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ CD-കൾ നിന്നതോടുകൂടി നമ്മളെ ഈ ഓഡിയൻസ് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലം അതായിരുന്നല്ലോ. അപ്പോൾ ഈ CD-കളില്ല. പിന്നെ ഈ പറഞ്ഞ ലോക്കൽ ചാനലുകളിലൂടെയുള്ള ഈ പരിപാടികളിൽ ജുക്ക് ബോക്സ് അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന പണി ആകെ കാണുന്നത് നമ്മളെ അത്രയും അസ്ഥിക്ക് പിടിച്ച ആളുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ജീവിത തിരക്കുകളായി പോയി. പിന്നെ വളരെ ചെറിയ കുട്ടികളായിരുന്നവരാണ് അവരെ കോളേജ് കാലഘട്ടത്തിൽ നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത്. അവർ പിന്നെ വലിയ കുടുംബനാഥന്മാരൊക്കെ ആയി ലൈഫിൽ ബിസി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ ഓർത്ത് നടക്കാനുള്ള നേരമില്ലല്ലോ. ഇപ്പൊ അവരെ മക്കള് വീണ്ടും അവരുപ്പമാരൊക്കെ ഉണർന്ന് ഞങ്ങള് പണ്ട് ഞങ്ങളെ കാലം നന്നാക്കിയ എന്താ പറയാ പ്രണയകാലമാക്കി തന്നൊക്കെ. സൂയിസൈഡോ?
ശരിക്കും ആ ശരിക്കും. വെറുതെ അല്ല സീരിയസ്ലി പുള്ളി സൂയിസൈഡോ? ആത്മഹത്യ പുള്ളി നല്ല പൈസക്കുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അതെ പുള്ളി സ്വയം ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്യാനോ? അതെന്തിന്? എന്തിനു അറിയില്ല. 4 പാട്ടൊക്കെ പിന്നെ വരുവുള്ളൂ. ഈ ഒരു വലിയ വൈകുന്നേരം തൊട്ട് നമ്മൾ ന്യൂസ് കാണുന്നത്. ഇന്ന് വൈകുന്നേരോ? ആ വെറുതെ ആയിരിക്കില്ലല്ലോ, റീസൺ ഉണ്ടാവല്ലോ. ആ ഒറിജിനൽ സംഭവം. അത്രയും കോടികൾ ഞങ്ങളുടെ കയ്യിലില്ലേ? അല്ലെ എത്ര ഉണ്ടാവും? മിനിമം എത്ര ഉണ്ടാവും? 1000 കോടി ഉണ്ടാവില്ലേ ഞങ്ങളുടെ? മണി ഈസ് നോട്ട് എവറിത്തിങ്. അല്ലേ എടാ എന്ത് സംഭവം? അതെന്ത് മരിച്ചതിന്റെ കാരണമായിരിക്കും അറിയോ? ആരും പറയുന്നില്ല. റീസൺ ആയിരിക്കും അറിയാന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത്. അതൊക്കെ നീ ഇപ്പൊ കണ്ടെത്തേണ്ടി വരും വൈകുന്നേരം. മർഡറായിരിക്കും വെടി വെച്ചിട്ടെന്ന് പറയുമ്പോ പുള്ളി എന്തിനാ സൂയിസൈഡ് ചെയ്യണ്ടേ? എനക്കൊന്നും അങ്ങനെ എന്തെങ്കിലും ഇതായിരിക്കുമോ? മർഡർ അങ്ങനെ എന്തെങ്കിലും. ഈ എത്രയൊക്കെ എന്തൊക്കെ ആയാലും നമ്മള് മെന്റലി പവർ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നിമിഷം പാളിപ്പോവും. നമുക്ക് ഓവർകം ചെയ്യാനുള്ളൊരു മെന്റൽ പവർ എപ്പോഴും വേണം. മാനസിക കരുത്താണ് മനുഷ്യൻ ജീവിതത്തിൽ മുന്നോട്ട് ടാക്സ് റൈഡ് വന്നതിന് എന്തിനാ? ടാക്സ് റൈഡ് ഇൻകം ടാക്സ് റൈഡ് എന്ന് പറഞ്ഞാൽ പോട്ടെ നമുക്ക് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അല്ല അതൊരു ഷോക്കിംഗ് ന്യൂസ് ആയി പോയല്ലോ അത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ കണ്ടിട്ട് ഞാനും ആദ്യം ഫേക്ക് ആണെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് സാധാരണ ചാറ്റിൽ വന്ന് ഇവർ എന്തെല്ലോ ഇല്ലാത്തെല്ലാം ടൈപ്പ് ചെയ്യണ്ടേ, ഞാൻ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചത്. ഇന്നത്തെ ഒരു വല്ലാത്തൊരു ബാഡ് ന്യൂസ് തന്നെയാണത്. RIP റെസ്റ്റ് ഇൻ പീസ് സിജ റോയ്. ഓക്കെ എനിവേസ് ഗൈസ്, ബെൻ കോഷ്യൂക്ക് 50 ദിർഹം സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് ബ്രോ യുവർ ഓൾഡ് സോങ് സ്റ്റിൽ ഹിറ്റ് ഹാർഡ്. പ്രേമിച്ചുള്ള നാശത്തിലല്ലേ പ്രേമ വിശക്കനെ ബിഗ് ഫാൻ ഫ്രം UK എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ബെൻ കോശി, താങ്ക് യു ഫോർ ദ 50 ദിർഹം സൂപ്പർ ചാറ്റ്. താങ്ക് യു ഫോർ ദ കൈൻഡ് വേർഡ്സ് ബ്രോ. അപ്പം എന്തായാലും അതൊക്കെ വിടാം. നമുക്ക് എങ്ങനെയായിരുന്നു? ഭയങ്കര ഉഷാറായിട്ട് ഇന്റർവ്യൂ ചെയ്യാനുള്ള പ്ലാനിലെല്ലാം കാല് ഇങ്ങോട്ട് കയറി എങ്ങനെയായിരുന്നു അത്? ഐ കോണ്ടാക്ട് കിട്ടുമ്പോഴത്തേക്ക് ആള് ചോദിച്ചു നിനക്ക് എന്താ ചോദിക്കാന്ന് ചോദിക്കും. ഇല്ല എനക്കൊന്നും ചോദിക്കാല്ലോ, നിങ്ങൾക്ക് എന്താ തോന്നുന്നു? എന്ത് തോന്നുന്നു പറയാനാ? ഞാനെങ്ങനെ മലപ്പുറം ഭാഷ വന്നതെന്ന്. ഞാൻ കൊയിലാണ്ടി കൊല്ലക്കാരനാണ്, അതായത് മലബാറാണ്, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി. അത് തന്നെ അവിടെ കൊല്ലം. കൊല്ലം ജില്ലല്ല, ജില്ലയിലെ വേറെ. മൊഞ്ചൻ ഷാഫിക്ക എന്ന് പറയുന്നുണ്ട്. ആരോ പറഞ്ഞത്? ഇവരൊക്കെ ഇടയിൽ ഞാൻ മൊഞ്ചനോ പഠിച്ചോനെ. ഷാഫിക ലുക്സ് ലൈക്ക് 25 years old. എന്റെ മോനെ 22 വയസ്സുള്ള മോൻ ബാക്കിൽ നിൽക്കുന്നുണ്ട്. 22 വയസ്സുണ്ടോ മോന്? ഞാനോ കല്യാണം കഴിച്ചു 23 വയസ്സിൽ. 23 വയസ്സിൽ കല്യാണം കഴിച്ചു. 22 വയസ്സുള്ള മോനുണ്ട്. എനിവേസ് ഗൈസ്, W ഷർട്ട് എന്ന് പറയുന്നുണ്ട്. ഷർട്ട് എന്താ പ്രത്യേകത? കൊള്ളാം, നല്ല ഷർട്ടാ. അതെന്താ സൈൻ എന്തെങ്കിലും? ഞാനറിയില്ല. ഇതെല്ലാം വൈഫ് സെലക്ട് ചെയ്ത സംഭവങ്ങളാണ്. ഓക്കെ എനിവേസ് ഗൈസ്, നമുക്ക് ബാക്കിയെല്ലാം വിടാം. നമുക്ക് കുറച്ച് സമയം വൈബ് ചെയ്യാം അല്ല. ഏതെങ്കിലും 2-3 പാട്ട്, ഒരു പാട്ട് പാടാം. ഒരു പാട്ട് പാടിക്കൂടാ? ഓക്കെ, ഒരു പാട്ട് പാടി നമുക്ക് ആ മൂഡ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഏതാണ് ചാറ്റ് പറ, റിക്വസ്റ്റ് പറ. ഏതൊക്കെ ഒരു സോങ് മൈൻഡിലുണ്ടെങ്കിൽ പറ, ചാറ്റ് പറ നോക്കട്ടെ. ഷാഫിക്ക മുക്കം വരുമോ പ്ലീസ് എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ പറയാണ്ട്? നമ്മൾ എവിടെയും വരൂലേ? അതെ, ഇപ്പം പരിപാടികൾ, കോളേജ് പരിപാടികളിൽ മൊത്തം ഷാഫിക്കാണ് കേട്ടോ. ആരും പറയാല. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോ റീൽസ് മൊത്തം ഷാഫിക്ക. അതെ, ഫാത്തിമ ലൈല ദിൽഹേ ഫാത്തിമ പറയും. ദിൽഹേ ഫാത്തിമ പാടിക്കൂടെ? ദിൽഹേ ഫാത്തിമ പാടാൻ അതിന്റെ എങ്ങനെയാന്ന്? കരോക്കെ ആണത്? ട്രാക്ക് ഉണ്ടോ ഇതിൽ? യൂട്യൂബിലുണ്ടാവുമല്ലോ. യൂട്യൂബിലുണ്ടാവണം. അല്ല, അവര് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മില്യൺസിന്റെ ടീമൊക്കെയാണ്.
ഏതാ ഇതില് ഫസ്റ്റ് ആയിരിക്കും ഇതായിരിക്കും അതായിരിക്കും. Okay, guys. Actually, we were meant to be engineers. One second. ഒരു മിനിറ്റ് ലൈല എന്ന് എല്ലാരും പറയുന്നത്. മൈക്കുണ്ട് കേൾക്കുന്നില്ലേ? മണ്ണും മഴയും ഓൾറെഡി പാടി. മണ്ണും മഴയിൽ ഇപ്പൊ പാടിയത് നമ്മള്. അടുത്ത ലൈല. ഓക്കെ റെഡി. ഇവര് പറയുന്നത് ലൈല മറ്റേ നേരത്തെ ട്രാക്കിലുണ്ട് നമ്മളെ. ആണോ? അല്ല ഇവര് ദിൽഹ ഫാത്തിമ തന്നെയാണ് കൂടുതൽ. അതില്ല ലൈലാണോ അല്ലെങ്കിൽ നമ്മളെ ആ കൈസേ ആ സാധനമാണോ? ഏതാ കേസേ ആണോ ചാറ്റ്? ദിൽഹ ഫാത്തിമയാണോ കൈസേ ആണോ പറ നോക്കട്ടെ. നല്ല പോളർ ഉണ്ട് ഇതില് വരും. ഫാത്തിമ. ഓക്കെ അപ്പൊ ഇതാണ്. On Page FM. ഓക്കെ റെഡി. Just a moment. Connecting to Fatima. രാജുക W, come on. W's. അമ്മൂന്റെ ഒപ്പന. दिल के अंदर तू है, सामने भी तू है, आँख में भी तू है, फातिमा നെഞ്ചുക്കുള്ളേ നീതാൻ കണ്ടു മുഴുതും നീതാൻ കാതലൻ പതിനിയെ ഫാത്തിമ അഴകേ നീ ആകാശക്കോണിൽ ഒളിച്ചാലും താരമായി ഞാനെത്തും ചാരേ. അഴകേ നീ ആകാശക്കോണിൽ ഒളിച്ചാലും താരമായി ഞാനെത്തും ചാരേ. എന്റെ കൽവിൽ നീയാണ്, നിന്റെ ഹൃദയം എനിക്കാണ്, എന്നെ വിട്ടു പോകാതെ ഫാത്തിമ നെഞ്ചുക്കുള്ള നീ താരെ കണ്ടു മുഴുതും നീ താരെ കാതലൻ പതിനിയെ ഫാത്തിമ അതാണ് ലൈല. കണ്ടിട്ടുണ്ടോ? लैला तुम मेरे सब है, दोनों मिलके पहले प्यार किया. എല്ലാം മറന്നോ നീ നകന്നോ എന്നെ വെറുത്തോ कहना मेरे सजना. लैला लैला तुम मेरे सब है, दोनों मिलके पहले प्यार किया. എല്ലാം മറന്നോ നീ എന്നകന്നോ എന്നെ വെറുത്തോ कहना मेरे सजना. മൈക്ക് സൗണ്ട് ലോ ആണോ? സൗണ്ട് കുറവാ? ഇല്ല കുഴപ്പമില്ല, അടുത്തുവാണ് കയ്യിൽ പിടിച്ചോ. ഇപ്പൊ ഓക്കെയാണോ ചാറ്റ്? ഒന്ന് ഹലോ ഓക്കെ. ഹലോ ഇപ്പൊ ഓക്കെയല്ലേ? நிலவே உன்னை நினைத்து நான் ரசிக்கிறேன், இதயம் இரவில் உன்னை தான் தேடுகிறேன். அழகே நின் അനുരാഗം അലിവാർന്നിറങ്ങി ആ മധുര തേനുണ്ണാൻ
മോഹങ്ങളേറി ആ മധുര തേനുണ്ണ മോഹങ്ങളേറി മോഹങ്ങളേറി നിലവേ ഉന്നെ நினைத்து நான் ரசிக்கிறேன் இதயம் இரவில் உன்னைத்தான் தேடுகிறேன். Come on, chat. കാതോര നീ അപ്പോൾ ചൊല്ലിയ കാര്യം കനിയേ കനിയേ അത് കനവല്ലായിരുന്നെങ്കിൽ തേരി വാക്കോ സേ ദേക്കാം मैंने प्यारे प्यारे मोहब्बत की सपने കാലൊച്ച കേട്ടപ്പോൾ മെല്ലെ അടുത്തു ഞാൻ കെട്ടിപ്പിടിച്ചു നിന്നെ ഉമ്മ വച്ചു പുളകം പൂത്തുലഞ്ഞു മലരെ നിന്നെ കിനാവ് കണ്ടുറങ്ങി ഞാൻ മനതാരിൽ ആ നേരം സ്വന്തമെന്ന് തോന്നി നീ സ്വന്തമെന്ന് തോന്നി. Come on. എടാ നമ്മളെ മമ്മൂന് വായിക്കാനൊക്കെ അറിയാം. മമ്മൂന് വിദ്യാഭ്യാസം വെച്ച് ഇപ്പൊ പഠിക്കാൻ പോകുന്നില്ലല്ലോ. അതൊരക്ഷരം തെറ്റിയിട്ടില്ല. അതെ, ഒരക്ഷരം തെറ്റിയില്ല. മമ്മൂല് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ ഇപ്പൊ. പഴയ പോലെ അല്ല ഇപ്പൊ. സിനിമ അതറിയോ, മമ്മൂന് സിനിമയിൽ ഇത് കിട്ടിയല്ലോ, മെയിൻ സിനിമയിലെടുത്ത് അല്ല. ഇപ്പൊ ഇതാ 20 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് നിക്കാ, ബ്രേക്കാ. സൈഡ് റോളല്ല, മെയിൻ റോളാ. അതെന്നാ പറയുന്നേ. മമ്മു ഇതാ മുട്ട മമ്മു. കസേല ഇരുന്നോ എന്റെ വരുന്നുണ്ട്. പുതിയ പാട്ട് അടിപൊളി കേട്ടോ എന്തായാലും. അല്ല ഇത് അല്ല പുതിയ പാട്ട് കേട്ടിരുന്നു ഞാൻ. അത് നല്ല രസമുണ്ട് പറയാം പോരെ. സീരിയസ്ലി എന്നെ കളിയാക്കിയമാരെല്ലാരും കേട്ടോ. ഇതാ ഷാഫി കൊല്ലാന്ന് പറയുന്ന ഇവിടെ ഇരുന്നിട്ട്. ഞാനത് എന്തുകൊണ്ടാ പറഞ്ഞതെന്നറിയോ, നമ്മുടെയൊക്കെ പാട്ട് ഇപ്പോഴും കുട്ടികൾ സ്വീകരിക്കാനുള്ള ഒരു കാരണം എല്ലാവർക്കും പാടാൻ പറ്റുന്ന സിമ്പിൾ പാട്ട് എന്നുള്ള നിലക്കാണ്. അതായത് പാട്ടിന്റെ ഭയങ്കരമായ നിയമങ്ങളും നിയമാവലികളും അങ്ങനെയൊന്നുമില്ല. സിമ്പിളായിട്ട് നമ്മളെ മനസ്സ് പാടിപ്പോകുന്ന ഒരു മൂളിപ്പാട്ടിന് പറ്റിയ ഒരു സാധനം. അതുപോലെയാണ് ബ്രോന്റെ പാട്ട്. അതായത് ഏറ്റു പാടാൻ എളുപ്പം. അതുകൊണ്ട് നന്നായി. ആദ്യത്തെയാണോ രണ്ടാമത്തെ ഫുള്ള് ഗ്യാങ് ആയിട്ടുള്ള പാട്ട്? അതെ അതെ രണ്ടാമത്തെ. അല്ല മോനെ, ആ തലപ്പാവ്. നിനക്കെന്തോ ചോദിക്കണ്ടല്ലോ. എന്നിട്ട് അടുത്ത അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. പുള്ളി കുറേ സ്ഥലത്ത് പോയി, കുറേ കോളേജും പരിപാടികളിലും പോയി പാട്ട് പാടി മടുത്തായിരിക്കും. അപ്പൊ നമ്മള് അധികം പാട്ട് പാടിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല എന്താ അഭിപ്രായം? അല്ല, അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അപ്പൊ എന്തായാലും അത് അടുത്ത് പട്ടെടുത്ത് മുന്നിൽ വന്നതെന്നെല്ലാം പറയുന്നുണ്ട്. ആണോ? ഓക്കെ ആണോ? വേറൊരാൾ ഇത് പറയുന്നുണ്ട്, കൈസേ അതിന്റെ ട്രാക്ക് അവിടെ ഉണ്ട്. മണ്ണും മഴയെല്ലാം പാടി ഒരെണ്ണം ഗൈസ് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ല. ഒരെണ്ണം നിങ്ങൾക്ക് ഏറ്റവും അല്ല, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാന്ന് കേട്ടോ. ഒറ്റ ചാൻസേ ഉള്ളൂ ഗൈസ്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പറ. ഏതാ പാട്ട് പറ? ഉടുത്ത് മറയാനോ? അങ്ങനെ ഒരു പാട്ടില്ലല്ലോ. എടാ ഉദിത്താടാ ഇവൻ ഉടുത്ത് വായിച്ചല്ലേ. മണ്ണും മഴയും അതായിരിക്കും പറയുന്നത്. സംശയമേതൊക്കെ ആയിപ്പോയി. ഇല്ലുമിനാറ്റിയോ? എടാ ഷാഫിക്കാന്റെ പാട്ടുകൾ പറ. അതിന് നമുക്കതിനെ മറ്റേ ഇവനെ ഡാബ്സിനെ കൊണ്ടാന്നിട്ട് ഒരു ദിവസം ഇല്ലുമിനാറ്റി മറ്റേ ഇതൊക്കെ പാടിക്കപ്പെടുന്നു. അതെ ഉറപ്പായിട്ടും. KGF ഇതെന്താ നിങ്ങെന്താടാ പറയുന്നത്? KGF എല്ലാം പാടാൻ പറയുന്ന പോൾ ഇടാനൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ചാറ്റ് വരുന്നത് എന്താ? കേസേ ഞാൻ കണ്ടെടുത്തോളതാ. ചാറ്റിൽ കൂടുതൽ വരുന്നത് ഫസ്റ്റ് ഇതില്ലേ നമ്മളെ ഫസ്റ്റ് ട്രാക്കില്ലേ നമ്മൾ പ്ലേ ചെയ്തേ, അതിന്റെ തുടർച്ച ആ പാട്ടാണ്. ആണോ? അയ്യോ സോറി
ഈ അഖിലിന്റെ പണി ഈ ഇതുണ്ടല്ലോ ഈ സ്ട്രീം ടെക് ഈ സാധനത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ ബിജിഎമ്മും കാര്യങ്ങളും സെറ്റ് ചെയ്തതിന്. അപ്പൊ അതിന്റെ ഇടയിലുള്ളതാ ഞാൻ അറിയാണ്ട് ഞെക്കി കേട്ടോ. ഞാൻ കണ്ടില്ല സംഭവിക്കാൻ പോവാ വിചാരിച്ചിട്ടേ എണീറ്റ് ഓടണ്ടേ. തടി കഴിച്ചാലായാലും നാളെ പുല്ല് കുറച്ചൊക്കെ ജീവിക്കാം. അഖില ഞാൻ ചവിട്ടിക്കൊല്ലും. എടാ ടെക്നിക്കല്ല എനിക്ക് തോന്നുന്നു ഫുൾ സ്ക്രീൻ ആക്കുമ്പോ അത് വരുന്നത്. ആടാ അഖിലേ ഇതെന്ത് എടാ ഞാൻ ഒന്നും പറയാറ് കേതില്ലല്ലേ. അല്ലാണ് അഖില ഒരു മിനിറ്റ് ഇത് നമുക്ക് ഫുൾ സ്ക്രീൻ ഇടണം. മനസ്സിലായത്? ഫുൾ സ്ക്രീൻ ഇടുമ്പോ അത് വരുക. അപ്പൊ ഒരു സെക്കൻഡ് ഒരു പ്രാവശ്യം കൂടി അത് വരുവേ. ഞാൻ അത് ഓഫാക്കി തരാം. ഒരു പ്രാവശ്യം കൂടി അത് വരും. അത് അപ്പൊ തന്നെ ഓഫ് ചെയ്താൽ മതി. ഓക്കെ റെഡി ഓക്കെ. ഇങ്ങനെ ഇത് രണ്ടും മിക്സ് ചെയ്ത് വെക്കല്ലേട്ടാ. നീ ഒരുമാതിരി എന്താ സ്വിച്ച് മാറിപ്പോയെന്ന് വയറളീന്ന് പറയാത്ത നന്നായി. അത് ആളാരാന്ന് മനസ്സിലായോ? ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല. ആ സൗണ്ട് എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമില്ല. ഇത് സീനാണ്. ഇത് ഷാഫിക്കാരുടെ ഫാൻസ് നാളെ ഇറങ്ങും. ഷാഫിക്കാരെ ലൈവിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് പറഞ്ഞു. അള്ളാന്റെ മുത്തേ എടാ ഇത് കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ഫെയിലറാണ്. ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല അങ്ങനെ വരുമെന്നത്. അപ്പൊ ഓക്കെ ഇത് ഇത്ര വരെ നമ്മൾ വെച്ചത്. ബാക്കി പ്ലേ ചെയ്താൽ മതി. ഓക്കെ റെഡി. ഇത് ഫ്രണ്ടിലോട്ട് അടിക്കണം. രണ്ടും പാടി കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് കൈസ വരും കേട്ടോ. മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും കെട്ടിപ്പൂണാറും പൂവും കുയിലും കൂട്ടിന് തേടുമ്പോ പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ. പൂങ്കാവനമില്ല പൂത്തവണമില്ല ചുറ്റിക്കറങ്ങുവൻ വാഹനമൊന്നിൽ താമരച്ചേരുള്ള സുന്ദരി പെണ്ണിൻ ഓമന തിങ്കളെ ചേരുമോ മാറി. പാലാണ് പ്രേമം തേനാണ് പ്രേമം കരളിൽ കതിരിട്ട പ്രേമം മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം. പാലാണ് പ്രേമം തേനാണ് പ്രേമം പ്രേമം മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത. എന്നെയൊന്ന് പ്രേമിച്ചാൽ എന്തടി പൂങ്കരളെ. നമ്മളൊക്കെ മണ്ണില് വന്നത് സ്നേഹിക്കാനല്ലേടേ. എന്നോടൊന്ന് മിണ്ടിയാൽ എന്തടി പൂങ്കുയിലേ. നിന്നെ കണ്ട നാളു തൊട്ടിന്നോളം കേൾക്കാൻ കൊതിക്കുന്നടി. പ്രേമിച്ചോരെല്ലാം നാശത്തിലാണ് പ്രേമം വിഷക്കരിയാണ്. മനുഷ്യനെ കൊടും ചതിയിൽ വീഴ്ത്തിടും തീയാണ്. കൈസ നീ എന്റെ മുംതാസല്ലേ ഞാൻ നിന്റെ സുൽത്താനല്ലേ. അന്നും ഇന്നും നിന്നോടുള്ള മൊഹബത്തല്ലേ. ഇന്ന് ഞാൻ കൊണ്ടുപോകാം എന്റെ പൊന്നു പൈങ്കിളിയെ. മൊഞ്ചുള്ള കൂട്ടിൽ നമുക്കൊന്നിച്ചുറങ്ങാം. ലൈല ലൈല എന്റെ ലൈല ലൈല കുഞ്ഞും ലൈലേ ലൈലേ നീ എന്റേതല്ലേ. കൈസേ കൈസേ എന്റെ കൈസേ എന്നും ഞാൻ നിന്റേതല്ലേ. കൊഞ്ചല്ല പെണ്ണെ നീ തുള്ളിക്കളിക്കല്ല പെണ്ണെ. നിന്റെ മംഗല്യം വല്ല പെണ്ണെ. എടി ലൈലേ ലൈലേ നിൻ ചാരത്ത് വന്ന് ഞാൻ നിൽക്കും. ആ മാറത്ത് ചാലി ഞാൻ ചാത്തും. കവിളത്ത് മുത്തൻ ഞാൻ നൽകും. എടി ലൈലേ ലൈലേ എന്നെ കണ്ട നാള് തൊട്ട് എന്റെ കൽവിനുള്ളിലെന്നും ഒരു പൂങ്കിനാവുദിച്ചു. അത് സ്നേഹമായില്ലേ. ലൈല ലൈല എന്റെ ലൈല ലൈല ഒന്നും ലൈലേ ലൈലേ നീ എന്റേതല്ലേ. കൈസേ കൈസേ ഒന്ന് കൈസേ കൈസേ എന്റെ കൈസേ നീ എന്റേതല്ലേ. കൊഞ്ചല്ലേ പെണ്ണെ നീ തുള്ളിക്കളിക്കല്ലേ പെണ്ണെ. നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ. എടി ലൈലേ ലൈലേ.
അടിപൊളി. Let's go, chat. ഇതെന്താ chat എന്താ നടക്കുന്ന നോക്കിയേ. ഇവിടെ കൈസേ പാടുമ്പോ ലൈസേ എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച ലൈസിന്റെ പ്രൊമോഷനുള്ള എന്തോ വാങ്ങി വെച്ചിട്ടേ. അത് അങ്ങനെയാണ്, എപ്പം തോന്നുന്നത് എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അവന്റെ വായന്ന് വരും. എന്നോട് ലൈസേന്നായി പോയി അതിന്റെ ഇടയിൽ. കഴിഞ്ഞ മാസത്തിനേക്കാളും 2 ഇരട്ടി അടിച്ചല്ലോ. ഇങ്ങനൊന്നും ആയിരുന്നില്ല. എന്നാലും 200 കിലോ കടന്ന് ഞാൻ തിയേറ്ററിൽ എണീറ്റ് വിചാരിക്കും എനിക്ക് മമ്മൂനെ ഭയങ്കര ഇഷ്ടമാന്ന് തോന്നുന്നത്. അതെ, എന്നാണ് ആ പടം? ജൂലൈ മാസം. ജൂലൈ. അപ്പൊ എന്തായാലും ഗൈസ് മമ്മു സോങ്ങോ ഇതെന്തേ എടേ മമ്മു തല്ലുമാല എക്സ്പീരിയൻസോ? തല്ലുമാല ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ അഭിനയിക്കാനുള്ള ഭയങ്കര ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് ഖാലിദ് റഹ്മാൻ ഞാനല്ലേ ഈ കണ്ട അടി തല്ലു മുഴുവൻ ഉണ്ടാക്കാൻ വേണ്ടി കാരണക്കാരനായ അളിയൻ ടോവിനോട് അളിയനായിട്ട് അളിയൻ അവിടുന്ന് ജ്വല്ലറിന്ന് ഒന്നിനും ഇല്ലാത്ത ഒരുത്തനെ കല്യാണം വിളിക്കണ്ട എന്ന് നായകൻ വിചാരിക്കുന്ന ഷൈൻ ടോമിനെ ക്ഷണിച്ച് ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്ത് അവിടെ ഈ നൂലാമാല മുഴുവൻ ഉണ്ടാക്കും. അപ്പം ഈ ഖാലിദ് റഹ്മാൻ പിന്നെ മുഹസിൻ പരാരി അവരെല്ലാം കൂടെ അവരെ കോളേജ് കാലത്ത് ഇപ്പറഞ്ഞ പോലെ നമ്മളെ എൻജോയ് ചെയ്ത ആൾക്കാരെന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് അവരെ ഒരു ആഗ്രഹമായിരുന്നു എന്നെ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള. അങ്ങനെ വിളിച്ചു. അങ്ങനെ ആഷിഖ് ഉസ്മാന്റെ ബാനറിലുള്ള തല്ലുമാലയിൽ അഭിനയിച്ചു. അത് നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ വൈബ് ടീംസ് ആയിരുന്നു എല്ലാവരും. നമ്മളൊരു ഫൈറ്റിൻ്റെ തന്നെ 9-10 ദിവസത്തോളം ഒരു ലാസ്റ്റ് ക്ലൈമാക്സിലെ ഫൈറ്റില്ലേ അതിന് എടുത്തിരുന്നു ഒരു സെറ്റിനകത്ത്. അത് ഭയങ്കര രസമുള്ള ഒരു അനുഭവമായിരുന്നു. നമുക്ക് സിനിമയ്ക്കകത്തുള്ള കുറേ ഞാൻ അറിയാത്ത കാര്യങ്ങൾ അതിന് മുമ്പ് നമ്മൾ ഷൂട്ട് കണ്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് എനിക്കിപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അങ്ങനെ പണ്ടുള്ള എന്നോട് ഇത് പറഞ്ഞാൽ വിശ്വസിക്കൂല. നീ എന്നൊരൊറ്റ വിളിക്കല് എന്താ ഞാൻ എത്തിപ്പോയിന്ന് ഞാൻ. കാരണം എന്താ പറഞ്ഞാൽ ഇവൻ വിളിക്കുമ്പോൾ ഞാൻ മൂവാറ്റുപുഴ കോളേജിൽ ഓൾറെഡി ഇന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ നാളെ ഇപ്പം പുലർച്ചക്കുള്ള ട്രെയിനിനാണ് തിരിച്ചു പോകുന്നത്. വയനാട് സമയം നാളെ ചെറുപ്പുളശ്ശേരി ഒരു കോളേജിലുണ്ട്. വൈകിട്ടൊരു കല്യാണ വീട്. എനിക്ക് ഏറ്റവും ഇഷ്ടം കല്യാണ വീട്. കാമായിട്ട് പരിപാടി ചെയ്യാൻ പറ്റും. അതായത് പിന്നെ ഡിമാൻഡ്സ് ഒന്നും അല്ലെങ്കിൽ റിക്വസ്റ്റ് ഒന്നും ഈ ബലമായിട്ട് ആരും പറയില്ല. അല്ല അതല്ല പറയുന്നത്. ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഈ കല്യാണ വീടും കോൺസെർട്ടും പോട്ടെ, ഈ ലൈവ് ഇതിനെ കുറിച്ച് എന്താ നിങ്ങൾ ഈ കളിയും ചിരിക്കൊക്കെ ഇടയിലും സാമൂഹികപരമായ എല്ലാ കാര്യത്തിലും ഇടപെടുന്നില്ലേ? അതന്നല്ലേ വേണ്ട. ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിന്റെ അടുത്ത് എന്നുണ്ടായി തുടങ്ങിയോ അന്ന് മുതലാണ് ഞാൻ ലൈക്ക് ചെയ്ത് തുടങ്ങുന്നത്. അതിന് മുമ്പ് അല്ലാത്ത നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെല്ലാവരും എന്റെ പാട്ടിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള എത്ര പേരിലുണ്ടാവും? അല്ലല്ല പറയട്ടെ, സർവ്വസാധാരണ ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരാൾക്ക് ഉണ്ടായി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ പിന്നെ എന്താ പറയുക അഭിമാനത്തോടെ ഇരിക്കാൻ പറ്റും. ഞാൻ ഈ ഇരിക്കുന്ന അഭിമാനത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് എന്ത് എന്നുള്ളതല്ല, നമുക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത പൊളിയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവരും മനുഷ്യനെ ലൈഫിൽ ആകെപ്പാടെ ആഗ്രഹിക്കുന്നത് കുറച്ച് നേരം ഒരു ഡെയിലി ഒരു 5 മിനിറ്റെങ്കിലും ഈ സ്ട്രെസ്സൊന്നും ഇല്ലാതെ സമാധാനപരമായി ജീവിക്കണം എന്നാണ്. ഞാൻ നിങ്ങളെല്ലാവരെക്കാളും മൂത്താണല്ലോ, അതുകൊണ്ട് പറയാം. ഒരു കുടുംബനാഥൻ എന്നുള്ള നിലക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് ആ സമാധാനം, ആ എൻ്റർടൈൻമെൻറ്റിൽ നിങ്ങൾ ഈ കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങളെ കൊണ്ട് കഴിയും പോലെ ഇഷ്ടംപോലെ. അപ്പോൾ അത് ചെറിയ കാര്യമൊന്നുമില്ല. ഇതെന്തുകൊണ്ടാണ് എല്ലാവർക്കും കൂടെ ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾ ഈ ടീം പോലെ അങ്ങനെ ഒരുപാട് ടീമുണ്ടോ ഇവിടെ? നമുക്ക് മലയാളത്തിലില്ല, പുറത്തുണ്ടായിരിക്കും. ഏതായാലും ഉഷാറായിട്ട് ഇതിങ്ങനെ തന്നെ തുടരട്ടെ. വെൽക്കം ഡ്രിങ്ക് അതൊക്കെ ആദ്യം തന്നെ പുയ്യാപ്പുള്ള സൽക്കാരായിരുന്നു ഇവിടെ. പ്രത്യേകിച്ച് കണ്ണൂരുകാരനാന്ന്. അതൊന്നും നമ്മൾ പറയണ്ടപ്പാ അല്ലേ, വന്നപാടെ തന്നിനി. അപ്പൊ എന്തായാലും ഇത്രയും സമയം നമ്മളിവിടെ ചെലവഴിച്ച ഞാൻ പറഞ്ഞ എനിക്ക് നിങ്ങളെന്തോ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് എന്തോ ഒരു പേടിയാ. കാരണം എനിക്ക് ടെൻഷൻ. ഞാൻ കാര്യം പറഞ്ഞ വേറെ ഇതുവരെ ഒരു ഗസ്റ്റ് പഠിപ്പിച്ച മാഷ് വന്ന പോലത്തെ ഒരു കളി. അപ്പൊ ഷാഫിക താങ്ക് യു. എന്തായാലും ഇത്രയും സമയം നമ്മള് എനിക്കും സന്തോഷം. കാരണം നിങ്ങളെ ഇതിനകത്ത് കൂടെ ഈ ഒരു സമയത്ത്, അതായത് ഇപ്പം നമ്മളെ ആളുകൾ നമ്മളെ പാട്ടുകളൊക്കെ
കൊണ്ടാടുന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് നിങ്ങളെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ എൻ്റെ കലാജീവിതത്തിൽ ഞാനതൊരു നല്ല കാര്യമായിട്ട് കരുതുന്നു. എൻ്റെ കൂടെ ആവശ്യമാണത്. സന്തോഷം. അപ്പം ലൈവിൽ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇവരുടെ പ്രിയപ്പെട്ട ആളുകൾക്കും അഡീഷണലായ എക്സ്ട്രാ ആരെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് നമ്മളെ ചങ്കുകൾക്കൊക്കെ പ്രത്യേകിച്ച് എൻ്റെ സ്നേഹവീട് ഞങ്ങളൊരു അതായത് എൻ്റെ പിന്നാലെ അതിനോട് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമുക്കിപ്പം കുറച്ച് ഫാൻസ് ആയിട്ട് അതായത് നമ്മൾ പാട്ട് കേൾക്കുന്ന കുട്ടികളായിട്ട് കുറച്ച് പിള്ളേർ വരുമല്ലോ. അപ്പോൾ 10-20 കൊല്ലം മുമ്പ് കൂടിയതാണ്. അപ്പോൾ ഈ ഇത് വന്ന് വാട്സപ്പിൽ ഗ്രൂപ്പ് എൻ്റെ ഒരു ഫെസിലിറ്റി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ എൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് നാളെ നമ്മളെ പാട്ട് ഇതൊന്നും ഇല്ലാണ്ടായി നിങ്ങൾക്ക് കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും കാര്യമുള്ളൊരു സംഭവം നമുക്കിത് ചാരിറ്റിക്ക് വേണ്ടി വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ ഞങ്ങൾ ആ ഗ്രൂപ്പ് സ്നേഹവീട് എന്ന് പേരിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഫാൻസ് ഗ്രൂപ്പ് അങ്ങനെ ആക്കി മാറ്റി. ഒരു 30% നമ്മൾ നമ്മളെ വർക്കും പ്രൊമോഷനും കളിയും ചിരിയും, 70% നമ്മൾ ചാരിറ്റി വർത്തമാനങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും. അവസാനം നമ്മളിപ്പോൾ വയനാട്ടിലൊരു പിന്നെ എന്താ പറയുക പാട്ട് വണ്ടി എന്ന് പറയുന്ന ഒരു പരിപാടി കുറച്ച് ജില്ലകളിലെ തെരുവിലൊക്കെ പോയിട്ട് നമ്മൾ മറ്റു കലാകാരന്മാരെയും കൂടിയും കൂട്ടി ഫണ്ട് റൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഉടനെ കൊടുക്കും. അപ്പോൾ അതിനകത്തുള്ള കുട്ടികൾ എന്തായാലും ഇതിൽ വന്നിട്ടുണ്ടാവും. അതെനിക്ക് സ്നേഹവീട് എനിക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. സ്നേഹവീട്ടിലുള്ള എല്ലാവർക്കും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അടിപൊളിയായിട്ട് പരിപാടി മുന്നോട്ട്. നമ്മളെന്തായാലും ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് അതല്ല. നമ്മൾ മുന്നേ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ MRC ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ MRCന്റെ പേരിൽ ഈ അടുത്ത നമ്മളത് സ്റ്റാർട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ ലൈവിൽ ഇരുന്നുകൊണ്ട് ഇഷ്ടം പോലെ ഡെയിലി എന്ന് പറഞ്ഞ പോലെ പല ഭാഗത്തുനിന്നും അപേക്ഷകൾ വരും. ഏറ്റവും അർഹരായവരെ കണ്ടെത്തുക. പിന്നെ അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇതിൽ ആരാ അറിയിക്കുന്നത് അവിടെ ഈ സിമ്പിളാണ്. ആ പ്രദേശവാസികളായിട്ടുള്ള കൗൺസിലർമാരെ മറ്റോ ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും റിയൽ ആണോ അല്ലേ എന്നുള്ളത്. നമുക്ക് മനസ്സിലാവും. അപ്പൊ എല്ലാവർക്കും നമ്മളെ MRC ചാരിറ്റബിൾ ട്രസ്റ്റ് ഉടനെ നമ്മൾ തുടങ്ങുന്നുണ്ട്. കാരണം അത്രയും റിക്വസ്റ്റുകൾ നമുക്ക് ഡെയിലി ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ മാനേജ് ചെയ്യാനോ അതിൻ്റെ മൊത്തം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായാലും MRC ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ അടുത്ത് തന്നെ അനൗൺസ് ചെയ്യും. ഉണ്ടാവട്ടെ. എന്തായാലും അതിനുവേണ്ടി സ്നേഹവീടിന്റെ സംസാരത്തിലൂടെ നമുക്ക് ആ ചർച്ചയും കൂടെ വന്നതിൽ അതിന് മുമ്പേ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിന്റെ സംസാരത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളൊരു കാരണമായത് സ്നേഹവീടൊരു കാരണമായത് സന്തോഷിക്കുന്നു. ഞാൻ പതുക്കെ നീങ്ങട്ടെ. എന്നാല് ട്രെയിനൊക്കെ വരുന്നുണ്ട്. മൊത്തം കുറെ തിരക്കുള്ള മനുഷ്യനാണ്. കുറെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനക്കും താല്പര്യമില്ല, ഇവിടെ ആർക്കും താല്പര്യമില്ല. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ താങ്ക് യു. പഞ്ഞിക്കട്ട പോലത്തെ മമ്മൂനൊന്ന് ഡാദടിയാന്ന് പറഞ്ഞ പടത്തില് ഉണ്ടായിരുന്നില്ലേ പുള്ളി? ഇതേപോലെ ഞാൻ അതിലാണ് ആദ്യം മോങ്ങ അടിക്കുന്നത് ആഷിഖ് കപൂറിന്റെ. ആണോ? ഇപ്പൊ റീസെന്റ് നമ്മുടെ ഡെർബി എന്ന് പറഞ്ഞിട്ടൊരു മൂവി വരാൻ പോകുന്നുണ്ടേ. അഭിനയിച്ചോ? ഞാൻ അധ്യാപകനായിട്ട് കോളേജ് ക്യാമ്പസ് എന്താ പറയാ തീപ്പൊരി വാർന്ന കുറച്ച് സംഭവമാണ്. നമ്മളല്ല അതിനകത്തുള്ള നായകന്മാർ. പിന്നെ ഇത് ഗൈസ് ഷാഫിഖാന്റെ മോൻ ഇവിടെ വന്നിട്ടുണ്ട്. എടാ ഷാബാസാ ബാ ഒന്ന് ഹായ് പറഞ്ഞു പോടാ. എടാ ഇത് ഷാഫിഖാന്റെ മോനാണ് കേട്ടാ. 22 വയസ്സുണ്ട് ചെക്കന്. ഓക്കെ, 22 വയസ്സുള്ള ഒരു ചെക്കന്റെ വാപ്പയത് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഓർക്കണം. അത് നിങ്ങൾ ഓർക്കണം. അപ്പൊ എന്തായാലും താങ്ക് യു എല്ലാവർക്കും വന്നതില്. സത്താർക്കാ അപ്പൊ ഇൻഷാല്ലാ കാണാം. അത് അച്ഛനും വൈഫും വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കാം. അപ്പൊ ഇൻഷാല്ലാ സത്താർക്കാ കാണാം. ഇത് പരിചയപ്പെട്ടോ? അച്ഛനോ ടിപ്പു ടിപ്പോ? ഇവനെ എനിക്ക് ഞാൻ ഇവനെ അങ്ങനെ വിളിക്കും.